ഈശോയിൽ നിറഞ്ഞ സഹോദരി സഹോദരരെ, മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞു അനുജന്മാരെ, ഇന്നേ ദിവസം പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. പരിശുദ്ധ തൃത്വം സ്നേഹമാണ്, സ്നേഹ കൂട്ടായ്മയിലാണ്. ഇടവക എന്ന ഈ കുടുംബം ഒരൊറ്റ കുടുംബം സ്നേഹത്തിൻ്റെ കുടുംബമായി മാറുവാനും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ സ്നേഹം മാത്രമായിട്ട് മാറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി വിശുദ്ധ ബലിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കൂടാതെ പലവിധ രോഗങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ട് കോവിഡ് രോഗത്താൽ കഷ്ടത അനുഭവിക്കുന്ന സകലരെയും ഇന്നത്തെ വിശുദ്ധ ബലിയിൽ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും
സകല നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിനെ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കേണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. Amen.
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും ഉൽപ്പത്തി പുസ്തകത്തിലുള്ള വായന ഗുരു ആശീർവദിച്ചു. ദൈവമേ അനുഗ്രഹിക്കട്ടെ. അധ്യായം 14 വാക്യങ്ങൾ 17 മുതൽ 20 വരെ. കെദോർലാവോമറയും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ചു മടങ്ങിയ അബ്രാമിനെ എതിരേൽക്കാൻ സോദോം രാജാവിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവീർ താഴ്വരയിലേക്ക് ചെന്നു. സാലേം രാജാവായ മെൽക്കിസെദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേൽ ഉണ്ടാകട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ. അബ്രാം എല്ലാറ്റിന്റെയും ദശാംശം അവന് കൊടുത്തു. സ്തുതി. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ കീഴികളാൽ ഹല്ലേലൂയ കീഴികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാം വിസ്മരണം ഉണ്ടാകാം ഈ വേദിയിൽ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മാശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുവാനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 വാക്യങ്ങൾ 1 മുതൽ 5 വരെ ആശീർവദിച്ചാൽ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവനുള്ള വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരുന്നുവെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിൽ നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശ ഉളവാക്കും.
എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശമാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിയുടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി. 16-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട അനുജന്മാരെ, ഇന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ദിവസമാണ്. കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ സത്യങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള വിശ്വാസ സത്യം. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എപ്രകാരമാണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ തൃത്വത്തെ തല കൊണ്ടല്ല മനസ്സിലാക്കേണ്ടത്, ഹൃദയം കൊണ്ട് തിരിച്ചറിയാനായിട്ട് പരിശ്രമിക്കേണ്ടതാണ്. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് എവിടെയൊക്കെ പ്രസംഗിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ പറയപ്പെടുന്ന ഒരു സംഭവമുണ്ട്. വിശുദ്ധ അഗസ്തീനോസിന്റെ സംഭവം കേട്ട് തടഞ്ഞിട്ടാണെങ്കിലും ആവർത്തിക്കുന്നത് ഇന്നേ ദിവസത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. ഒരിക്കൽ വിശുദ്ധ അഗസ്തീൻ പരിശുദ്ധ തൃത്വം എന്ന രഹസ്യത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഒരു കടൽ തീരത്തിലൂടെ കടന്നു പോവുകയാണ്. അന്നേരം വിചിത്രമായ ഒരു രംഗം അവന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഒരു കുഞ്ഞു പാലൻ ഒരു കക്കയിലെ സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കോരിയെടുത്ത് അവൻ തന്നെ കൈകൊണ്ട് മണലിൽ കുഴിച്ച കുഴിയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൗതുകത്തോടെ ആദ്യ നിമിഷങ്ങളിലെ ഈ രംഗം കണ്ടു നിന്ന വിശുദ്ധ അഗസ്തീൻ തെല്ലു നേരത്തിന് ശേഷം ആ കൊച്ചു ബാലനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ഈ സമുദ്രത്തിലെ വെള്ളം മുഴുവൻ ഈ കക്ക കൊണ്ട് കോരിയെടുത്ത് ഈ കുഴിയിൽ നിറയ്ക്കുകയാണ്. അങ്ങനെ ഈ സമുദ്രം വറ്റിക്കുന്നു. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അഗസ്തീൻ ആ കൊച്ചു ബാലനോട് പറഞ്ഞു, അത് അസാധ്യമാണ്. നിനക്കെന്നല്ല, മനുഷ്യകുലം മുഴുവൻ അതെത്ര കാലത്തോളം ഈ ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലത്തോളം കോരിയെടുത്താലും സമുദ്രം വറ്റിക്കാനാവുകയില്ല. ഈ കുഴിയോ എത്ര ചെറുതാണ്. കൊച്ചുബാലൻ അല്പം അകന്നു നിന്ന് അഗസ്ത്യന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ അഗസ്ത്യനോട് പറഞ്ഞു, താങ്കളിപ്പോൾ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും അതും അസാധ്യമായ പരിശുദ്ധ തൃത്വം എന്ന മഹാരഹസ്യത്തെ
മനുഷ്യന്റെ കുഞ്ഞു ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നത് അസാധ്യമാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് പരിശുദ്ധ തൃത്വത്തെ മനസ്സിലാക്കേണ്ടത് തല കൊണ്ടല്ല, പകരം ഹൃദയം കൊണ്ടാണ് പരിശുദ്ധ തൃത്വത്തെ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരിടത്തും പരിശുദ്ധ തൃത്വം എന്ന വാക്ക് കണ്ടെത്താനായിട്ടാവുകയില്ല. പരിശുദ്ധ തൃത്വത്തെ പ്രകടമായിട്ട് പറയപ്പെടുന്ന തിരുവചനങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടെത്താനാവുകയില്ല. പക്ഷേ ഒരു ക്രിസ്ത്യാനിയുടെ അനുദിന ജീവിതത്തിലെ തുടക്കം മുതൽ ഒടുക്കം വരെ പരിശുദ്ധ തൃത്വത്തെ വാഴ്ത്തിക്കൊണ്ടുള്ള ജീവിതമാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇന്നത്തെ വിശുദ്ധ ബലി ആരംഭിച്ചത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞിട്ടാണ്. വിശുദ്ധ ബലി അവസാനിക്കുമ്പോഴാണെങ്കിലും ഓരോ പ്രാർത്ഥനകളുടെ തുടക്കവും ഒടുക്കവും ഒക്കെ പരിശുദ്ധ തൃത്വത്തിന് സ്തുതി ചൊല്ലിക്കൊണ്ടാണ് ഓരോ പ്രാർത്ഥനകളും അവസാനിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശകൾ ഒക്കെ എടുക്കുകയാണെങ്കിൽ പോലും ഓരോ കൂദാശകളും പരിശുദ്ധ തൃത്വത്തെ വാഴ്ത്തുകയാണ്. ഓരോ കൂദാശകളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു എന്ന മാമോദീസ എന്ന കുദാശയുടെ ആരംഭം മുതൽ പിന്നീട് അങ്ങോട്ടുള്ള 7 കുദാശകളിലൊക്കെ തന്നെ പരിശുദ്ധ തൃത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ദേവാലയത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന മണിനാദങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഓരോ ദിവസവും കാലത്താണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും മുഴക്കപ്പെടുന്ന മണികളൊക്കെ തന്നെ പരിശുദ്ധ തൃത്വത്തെ വിളിച്ചു വീക്ഷിക്കുന്ന മണികളാണ്. 3 മുഴക്കങ്ങളാണ് ഓരോ പ്രാവശ്യവും. 3 വെച്ച് 3 പ്രാവശ്യം മണിയടിക്കുന്നത് പരിശുദ്ധ തൃത്വത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ തൃത്വത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനായി ഓർമ്മപ്പെടുത്തുന്ന മണിനാദങ്ങളാണ് ദേവാലയത്തിൽ പോലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, അനുഗ്രഹങ്ങളാണെങ്കിലും ഉദാശകളാണെങ്കിലും ഓരോ പ്രാർത്ഥനകളാണെങ്കിലും ഏതിനും എത്തും. കത്തോലിക്കന്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ പരിശുദ്ധ തൃത്വത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമ ഗ്രന്ഥത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രാഹത്തെ സന്ദർശിക്കാൻ വന്ന 3 വ്യക്തികളുണ്ട്. റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൽ ഇപ്രകാരമാണ് പറയുന്നത്. അബ്രാഹത്തിനുണ്ടായ ത്രിത്വത്തിന്റെ അനുഭവമാണ് 3 പേര് അബ്രാഹത്തെ സുഹൃത്തുക്കൾ എന്ന നിലയിൽ അബ്രാഹത്തെ കാണാൻ വന്നത് പരിശുദ്ധ തൃത്വത്തിന്റെ പെർസോണിഫിക്കേഷൻ, വ്യക്തിപരമായ വ്യക്തിത്വങ്ങളായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തിയുടെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നത് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമല്ലോ. നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമല്ലോ. ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിലെ ബാബേൽ ഗോപുരം തകർക്കപ്പെടുന്നതിന് മുമ്പ്, ശിക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലാം, അവർക്കിടയിൽ ഭിന്നതകളുണ്ടാകും. എൻ്റെ പ്രിയമുള്ളവരെ, പഴയ നിയമഗ്രന്ഥത്തിലെ വ്യക്തമായിട്ട് പരിശുദ്ധ തൃത്വത്തെ എടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും ഓരോ വാക്കുകളിലും ഓരോ സാഹചര്യങ്ങളിലും പരിശുദ്ധ തൃത്വത്തിന്റെ സാന്നിധ്യത്തെ നമുക്ക് കണ്ടെത്താം. പുതിയ നിയമഗ്രന്ഥത്തിലെ പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് എത്തുന്ന ഗബ്രിയേൽ മാലാഖ, പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് എത്തുന്ന ഗബ്രിയേൽ മാലാഖ അയക്കുന്ന പിതാവായ ദൈവമാണ്. പരിശുദ്ധാത്മാവിനാലാണ് പരിശുദ്ധ മറിയം എറിയപ്പെടുന്നത്. അവളുടെ ഉദരത്തിൽ ഉരുവാകുന്നത് പുത്രനാണ്. അവിടെ പരിശുദ്ധ തൃത്വം രൂപപ്പെടുകയും ഈശോയുടെ മാമോദീസ വേളയിലും പരിശുദ്ധ തൃത്വം അവിടെ കടന്നു വരുന്നത്. പിന്നീട് അവസാനം സുവിശേഷത്തിലെ നിങ്ങൾ ലോകമെങ്ങും പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുകയും അവസാനിക്കുന്നത് പോലും പരിശുദ്ധ തൃത്വത്തിലാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ തൃത്വം നമുക്ക് ഇന്നേ ദിവസം എന്ത് സന്ദേശമാണ് നൽകുന്നത്? പരിശുദ്ധ തൃത്വം ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന് കൂട്ടായ്മ, മറ്റൊന്ന് സ്നേഹം. നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വരേണ്ട നിമിഷങ്ങളാണ് കൂട്ടായ്മയും സ്നേഹവും. എവിടെ സ്നേഹമുണ്ടോ അവിടെ തൃത്വമുണ്ട് എന്നാണ് വിശുദ്ധ അഗസ്തീൻ പിന്നീട് എഴുതി വെച്ചത്. എവിടെ സ്നേഹമുണ്ടോ അവിടെ തൃത്വേക ദൈവമുണ്ട്. എവിടെ സ്നേഹം കുറയുന്നുണ്ടോ അവിടെ തൃത്വേക ദൈവത്തിൻ്റെ സാന്നിധ്യവും കുറഞ്ഞു പോകുന്നുണ്ട് എന്ന് ചുരുക്കം. തൃത്വേക ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ചില നേരങ്ങളിലൊക്കെ അസ്വസ്ഥതപ്പെടുത്തുന്ന ചില വാർത്തകൾക്കൊക്കെ ചിലപ്പോൾ താകോർക്കേണ്ടതുണ്ട്. ഒരേ കുടുംബത്തിലെ ഒരമ്മച്ചൻ ഉപസാരിക്കാനായിട്ട് കടന്നു വന്നു. അതിനുശേഷം സങ്കടത്തോടെ വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, തൊണ്ട മുഴുവൻ വേദനയാണ്. ഒരല്പം ഒന്ന് മാറ്റിപ്പിടിച്ചിട്ട് കഴുത്തിൻ്റെ ഭാഗം തുറന്നു പറഞ്ഞപ്പോൾ ചുമന്ന് കിടക്കുക. തലേ ദിവസം രാത്രി സ്വന്തം മകൻ അമ്മയോട് പൈസ ചോദിച്ച് കിട്ടാത്തതിൻ്റെ പേരിൽ കഴുത്ത് ധരിച്ച് പിടിച്ചിട്ടാണ്. ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിൽ അങ്ങനെ എത്ര കുടുംബങ്ങളിലാണ് എൻ്റെ പ്രിയമുള്ളവരെ ദൈവസ്നേഹമില്ലാത്തതിൻ്റെ പേരിൽ
അനുദിനം ബാക്കി തീയായ കൊണ്ട് നടക്കുന്ന വീടും കുടുംബങ്ങളൊക്കെ വേദനയോടെ കഴിയുന്ന മാതാപിതാക്കൾ പരസ്പര സ്നേഹമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന കലഹിക്കുന്ന ബഹളമുണ്ടാക്കുന്ന കുടുംബങ്ങൾ എത്രയധികമുണ്ട്. ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലെ അയൽപ്പക്ക ബന്ധങ്ങളിലെ സ്നേഹത്തിന്റെ കുറവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കത്തോലിക്ക വിശ്വാസത്തിൽ മകന്നു പോകുന്നു. സ്നേഹം എവിടെയുണ്ടോ അത് തൃത്വൈന്റെ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഇടവക കുടുംബമാണ്. ഈ കുടുംബക പല്ലിശ്ശേരി ഇടവക കുടുംബമാണ്, ഒറ്റ കുടുംബം. ഈ കുടുംബത്തിൽ ആരും കലഹിച്ച് നിൽക്കാൻ പാടില്ല. അതില്ല എന്നുള്ളതാണ് നമ്മുടെ വിജയം. ദൈവത്തിന്റെ സാന്നിധ്യം ഉറപ്പാക്കുന്ന സന്ദർഭങ്ങൾ നമുക്കൊന്നുകൂടെ ഒരുമിച്ച് ഈ പരിശുദ്ധ തൃത്വത്തിന്റെ സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് സ്നേഹത്തിലേക്ക് കടന്നു വരാം. പരസ്പരം സ്നേഹിച്ചും ഈ അറുതിയുടെ കാലത്ത് പരസ്പരം സഹായിച്ചും ഈ രോഗപീഠയിലെ മറ്റുള്ളവരെ കേട്ടും അവർക്കാകുന്ന സഹായങ്ങളും ആശ്വാസവചനങ്ങളും പങ്കുവെച്ചു കൊടുത്തും ഈ കുടുംബം, ഇടവക കുടുംബം ഒറ്റ സ്നേഹത്തിന്റെ കൂട്ടായ്മയായിട്ട് വളരട്ടെ. പരിശുദ്ധ തൃത്വം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഈ സത്യം നമുക്കുള്ള സ്വീകരിക്കും. ഒരിക്കൽ കൂടെ എല്ലാവർക്കും പരിശുദ്ധ തൃത്വത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശം പകരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടുകൂടെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പെന്തക്കോസ്താ തിരുനാളിൽ സ്ത്രീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ത്രീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ അതിരൂപാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായെ, മറ്റെല്ലാ മെത്രാന്മാരെയും മെത്രാപ്പൊലീത്തമാരെയും പ്രേക്ഷിതരംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ ഭൂതാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗതാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ത്രീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഈ വിശുദ്ധരെ വളരെ പ്രത്യേകമായി ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നു. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ മേജൂറ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ജന്മദിനം ആഘോഷിക്കുന്ന അച്ഛൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛനേറ്റെടുത്തിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും പ്രത്യേക ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണയിലും സഹായത്തിലും ആശ്രയിച്ചുകൊണ്ട് നിറവേറ്റുവാൻ അദ്ദേഹത്തെ സഹായിക്കണമെന്നും ഇനിയും തൻ്റെ ജീവിതം കൊണ്ട് അനേകർക്ക് നന്മയായി മാറുവാനും അനുഗ്രഹമായി മാറുവാനും അദ്ദേഹത്തെ അഭിഷിക്തനാക്കണമെന്നും ഈ ദിവ്യബലിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്നേഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായെ സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷകരായി തീരട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ ന്യായങ്ങളുടെ യോഗ്യമാവിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും. സർവ്വത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ.
ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും കാരുണ്യപൂർവം അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവുമെന്ന് ഇവിടെ അന്വേഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സാഗരത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ രൂപന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു.
ദൈവമേ, സ്തുതിയഗണങ്ങളോടുകൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മചാരിതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രത്യക്ഷമയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ചെയ്തു. ഇതാ പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭാജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുന്നതുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. പ്രധാനാചാര്യനും സർവത്രിക സഭയുടെ തലവനും നാഥനാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും സഭയുടെ തലവനും പിതാവുമായ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപത അധ്യക്ഷനായ മാർക്കോസ് പിതാവിന് വേണ്ടിയും വത്സര പിതാക്കന്മാരായ മത്തോണി പിതാവിന് വേണ്ടിയും അക്ഷയ പിതാവ്
രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വർപ്പിരിഞ്ഞു പോയ സകല മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും വ്യക്തിപരമായ ഞങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് വേണ്ടിയും പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും മഹാമാരിയിൽ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും രോഗികളായി കഴിയുന്നവർക്ക് വേണ്ടിയും സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ ക്ലേശം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും പലവിധ ദോഷങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും കുടുംബത്തിൽ സമാധാനമില്ലാത്തവർക്ക് വേണ്ടിയും തൊഴിലില്ലാതെ വലയുന്ന യുവജനങ്ങൾക്ക് വേണ്ടിയും വിവാഹപ്രായമായി നിൽക്കുന്ന യുവാക്കൾക്ക് വേണ്ടിയും മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയും നല്ല ദൈവവിളികൾ രൂപപ്പെടുന്നതിന് വേണ്ടിയും അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടി നീ കുർബാന സ്വീകരിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ പരിശുദ്ധന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും വിവേകമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് വസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ സകലരോടും ഒന്നിച്ച് സ്വരാജ്യത്തിൽ നവമായ ജീവിതത്തിനും മരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകമായ അങ്ങയുടെ നാമത്തിനെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ രഹസ്യങ്ങളിലേക്ക് അവിടുത്തെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, നിത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം. അനുതാപത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. നീക്കുമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമേ, സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ഒന്നിച്ച് സ്തുതിക്കുവാൻ അധരങ്ങളെ അങ്ങ് പവിത്രീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ നിന്റെ സമാധാനവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്റെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോട് ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാൻ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിലേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വസിക്കാരുടെ കൃപാവനം അവിടുത്തെ കാരുണ്യത്താൽ നമ്മളെല്ലാവരിലും സംപൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകന്മാരെ അനുകരിച്ച് വിശുദ്ധർ സ്വർഗത്തിലെത്തി ദൈവത്തെ അനവരതം സ്തുതിക്കുന്നു. മാലാഖമാരോടുകൂടി ഹല്ലേലൂയ പാടി നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുവിൻ. സഹോദരരെ വരുവിൻ, മിശിഹായുടെ ശരീരങ്ങൾ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. പ്രിയമുള്ള സഹോദരി സഹോദരരെ, ആത്മീയമായിട്ട് വിശുദ്ധ കുർബാന ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാം. ഓരോരുത്തരുടെ മനസ്സിലേക്ക് ഈശോയുടെ സാന്നിധ്യം കടന്നു വരുന്നതോ നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു ചേരുന്നതോ നമ്മുടെ കുടുംബം മുഴുവൻ പ്രത്യേക ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയുന്നതുമായി നമുക്ക് പ്രാർത്ഥിച്ച് വിചിന്തനം ചെയ്ത് ധ്യാനിച്ച് ആത്മീയമായിട്ട് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഈ നിമിഷത്തിൽ നമുക്കായിരിക്കും. ഞങ്ങളുടെ കർത്താവേ, കടങ്ങളുടെ പുറത്തേക്കായി വിശുദ്ധ കുർബാന സ്വീകരിച്ച ഞങ്ങളുടെ കരങ്ങളെ ശക്തമാക്കണമേ. ദൈവമായി നിനക്ക് എല്ലാ ദിവസവും സൽഫലങ്ങൾ സമർപ്പിക്കുവാൻ അവയെ യോഗ്യമാക്കണമേ. വിശുദ്ധ സ്ഥലത്തെ കീർത്തനം പാടിയ ഞങ്ങളുടെ വരങ്ങളെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അർഹമാക്കണമേ. നിന്റെ സ്തുതികൾ കേട്ട കാതുകൾ ശിക്ഷാവധിയുടെ സ്വരം കേൾക്കാതിരിക്കട്ടെ. നിന്റെ ആവറ്റകാരനെ കണ്ട കണ്ണുകൾക്ക് നിന്റെ അനുഗ്രഹദായകമായ പ്രത്യേകമായി കാണുവാൻ ഇടവരട്ടെ. നിന്നെ പരിശുദ്ധൻ എന്ന് പാടിപ്പുകഴ്ത്തിയ നാവുകളെ സത്യം പറയുവാൻ സന്നദ്ധമാക്കണമേ. ദേവാലയത്തിൽ
സഞ്ചരിച്ച പാദങ്ങൾക്ക് പ്രകാശത്തിന്റെ സ്ഥലത്ത് സഞ്ചരിക്കുവാൻ ഇടയാകട്ടെ. നിന്റെ സജീവമായ ശരീരം ഉൾക്കൊണ്ട ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നവജീവൻ പ്രദാനം ചെയ്യണമേ. നിന്നെ ആരാധിച്ച് ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാക്കണമേ. നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളിൽ നിലനിൽക്കട്ടെ. നിനക്ക് സ്തുതികൾ സമർപ്പിക്കുവാൻ ആ സ്നേഹത്തിൽ ഞങ്ങൾ വളരുകയും ചെയ്യട്ടെ. ഞങ്ങളേവരും യാചനകൾക്ക് നിവാദം തോർക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷ നിന്റെ സന്നിധിയിൽ സ്വീകാര്യമാവുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സമർപ്പിക്കുക. എല്ലാ നാടുകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോട് കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും അഘോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങളുടെ വിടാനാലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങയും കേറാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും സകലത്തെയും പവിത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവനാഥാവുമായ മിശിഹ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ ഉടമ്പടി നിന്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായി വിധം വർദ്ധിച്ചെല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. ശ്രേഷ്ഠ
ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹിമകൾ വധിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ സമർത്ഥങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ആനന്ദവും ആശ്വാസവും സൗഹാർദ്ദത്തിന്റെ പൗരവുമായി തീരട്ടെ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാസത്തെ. കർത്താവേ, സഭയ്ക്ക് വിശുദ്ധരായ വ്യക്തികളെയും സന്യാസിമാരെയും ആത്മാവിശുദ്ധരെയും പ്രദാനം ചെയ്യണം. ലോകരക്ഷകനായ ഈശോ, ഈ പുലവരെ വൈദ്യ ശുശ്രൂഷകളെ വിശദീകരിക്കണം. വൈദികരുടെ അന്യായം അടയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. സ്നേഹമുള്ള ഇടവാംഗങ്ങളെ, ഇപ്പോൾ ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുക നമ്മുടെ വികാരിയച്ഛൻ്റെ അനുഭവം സമ്മതമോ കൂടാതെയാണ്. ആദ്യമേ തന്നെ അച്ഛൻ്റെ ജന്മദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടെ നേരുന്നു. ഞങ്ങളത് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് നമ്മുടെ ഇടവകയിലേക്ക് അച്ഛൻ വന്നത്. അതിന് ഉടനെ തന്നെ അതിനുശേഷം ലോക്ക്ഡൗണുമായി. അതുകൊണ്ട് അച്ഛന് ഇടവകയിൽ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളോ സംരംഭങ്ങളോ ഒന്നും തുടങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിലും അച്ഛന് സാധിച്ച ഏറ്റവും വലിയൊരു കാര്യം, ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ അച്ഛനെ കണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കോവിഡിൻ്റെ സാഹചര്യത്തിൽ, മറ്റുള്ള പുറത്തേക്ക് പോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരു ഇടവക നാഥൻ എന്ന നിലയിൽ ചെയ്യേണ്ട ഏറ്റവും പരമപ്രധാനമായ കർത്തവ്യം നമ്മുടെ ഇടവകയിലും ഈ ലോകമെമ്പാടും ഈ മഹാമാരിയുടെ സമയത്ത് നമുക്കും ഈ ലോകം മുഴുവനും വേണ്ടി സക്രാരിക്ക് മുമ്പിൽ തൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല വൈദികനെ കാണാനായിട്ടിടയായി. ആ ഒരു പ്രാർത്ഥനാ ചൈതന്യത്തോടുകൂടി നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ആ ഒരു വൈദികൻ തന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഇടവകയ്ക്കും ഈ ലോകത്തിന് മുഴുവനുമായിട്ടും ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് ദൈവം എല്ലാ കൃപകളും ദാനങ്ങളും നൽകുമെന്ന് നമുക്ക് ഉറപ്പാണ്. ഈ അവസരത്തിൽ അച്ഛന് ജന്മദിനത്തിൻ്റെതായിട്ടുള്ള എല്ലാ മംഗളങ്ങളും നേരുന്നു. അച്ഛൻ്റെ കുടുംബത്തെയും സഹോദരങ്ങളെയും ഗുരുഭൂതരെയും എല്ലാവരെയും ഓർക്കുന്നു. ഈ ഇടവക കുടുംബത്തിൻ്റെ പേരിൽ കൈക്കാരന്മാരുടെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും എല്ലാ ഇടവകക്കാരുടെയും പേരിൽ അച്ഛന് ഈ പൂച്ചെട്ട് നൽകിക്കൊണ്ട് നമ്മുടെ അനുമോദനം അറിയിക്കുകയാണ്. നന്ദി. ജന്മദിനത്തിൻ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു ഞങ്ങൾ. ജന്മദിനത്തിൻ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു ഞങ്ങൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ഫാദർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാവർക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥനാശംസകൾ നേരുകയാണ്. ഈ ഒരു കാലഘട്ടത്തിലെ ജന്മദിനത്തിൻ്റെ സന്തോഷം പറഞ്ഞതുകൊള്ളാതെ സ്വീകരിക്കുന്നു. പ്രാർത്ഥിക്കാനായിട്ട് പ്രചോദനം നൽകിയതിന് നന്ദി പറയുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഇടവകയിൽ എല്ലാവരും ഈ സാഹചര്യത്തിൽ സുരക്ഷിതരായിരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഒരു കുടുംബമായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം. സർവശക്തൻ സകലരെയും അനുഗ്രഹിക്കട്ടെ. വിശ്വസിക്കാക്കി സ്തുതിയായിരിക്കട്ടെ.